ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദീക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിങ്ങിൽ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ എന്താണ്, അവർക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്നാണ്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയുക. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക. വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പ്രെഡിൽ ആദ്യമേ തന്നെ ഈ ഒരു വ്യക്തിയെക്കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പൾസീവായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് വളരെയധികം ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. ചിലപ്പോൾ ചെറിയ കാരണങ്ങൾ മാത്രം മതിയായിരിക്കും ഈ ഒരു പേഴ്സൺ വഴക്കിട്ട് പോകാനായിട്ട്. അതുപോലെയുള്ള ഒരു എനർജിയാണ്. നിസ്സാര കാര്യങ്ങൾക്ക് പോലും ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യപ്പെടുക, വഴക്കിടുക, അങ്ങനെയൊക്കെയുള്ള ഒരു ക്യാരക്ടർ ഈ ഒരു പേഴ്സൺ ഉണ്ടാവാം. അപ്പോൾ ഏജ് വൈസ് ചിലപ്പോൾ നിങ്ങളെക്കാളും മൂത്ത വ്യക്തിയാണ്, അല്ലെങ്കിൽ നിങ്ങളെക്കാളും വയസ്സുകൊണ്ട് ഇളയ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ പോലും വളരെയധികം ഇമ്മച്വർ അല്ലെങ്കിൽ ആ ഒരു ചൈൽഡിഷ് എന്ന് വേണമെങ്കിൽ പറയാം, അതുപോലെയുള്ള ക്യാരക്ടറുള്ള ഒരു പേഴ്സണാണ്. അതായത് ഈ ഒരു വ്യക്തിയെ പെട്ടെന്ന് തിരുത്തുക എന്ന് പറയുന്നത് അത്രയും എളുപ്പമുള്ള ഒരു കാര്യമല്ല. എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും അവർക്ക് തന്നെ തോന്നി, അവർക്ക് തന്നെ അത് ഫീൽ ചെയ്ത് ചെയ്താൽ മാത്രം, അങ്ങനെ മാത്രം മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ഇവർ. നമുക്ക് അഡ്വൈസ് ചെയ്ത് അല്ലാന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ അനുസരിച്ചെന്ന് വരില്ല. അവർക്ക് തന്നെ സ്വതവേ തോന്നണം, എങ്കിൽ മാത്രം ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പേഴ്സണാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി ചിലപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നിങ്ങളോട് മിണ്ടാതിരിക്കുന്നൊരവസ്ഥ, വഴക്കിട്ടിരിക്കുന്നൊരവസ്ഥ, ഇനിയിപ്പോൾ നിങ്ങൾ തമ്മിൽ ഏതെങ്കിലും തരത്തിൽ ചെറിയൊരു കോണ്ടാക്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ മുഖം വീർപ്പിച്ചിരിക്കുക എന്നൊക്കെ പറയുന്നൊരവസ്ഥയിലൊക്കെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയായിരിക്കും. അതായത് വലിയൊരു പ്രാധാന്യം നിങ്ങൾക്ക് മനഃപൂർവ്വം ഈ ഒരു പേഴ്സൺ തന്നിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ചിലവർക്ക് ചിലപ്പോൾ തീർത്തും ഒരു നോ കോണ്ടാക്ട് പീരീഡിലും ആയിരിക്കും. അതുപോലെ തന്നെ വളരെയധികം ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും. ആരെ പെട്ടെന്ന് അംഗീകരിച്ച് കൊടുക്കുന്നുണ്ടാവില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു പേഴ്സൺ ആരോടെങ്കിലും ഒരു ദേഷ്യമോ വാശിയോ ഒക്കെ തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നിങ്ങളോടും കൂടി ചിലപ്പോൾ ഷെയർ ചെയ്ത് നിങ്ങളെയും ആ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് ആക്കാൻ സാധ്യതയുള്ള ഒരു പേഴ്സണാണ്. ചിലവർക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട്. കാരണം അവർക്കിപ്പോൾ ഒരാളോട് ദേഷ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ നിൽക്കുന്നവരെയും കൂടി വെറുപ്പിച്ച് കളയും. അതുപോലെയുള്ള ഒരു എനർജി ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ ഈ ഒരു പേഴ്സൻ്റെ ഒരു ചൈൽഡിഷ് ബിഹേവിയർ ചിലപ്പോൾ നിങ്ങളെയും ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടാകും. കാരണം നമ്മളുടെ ഒരു പാർട്ട്ണർ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കുന്നില്ല, അല്ലാന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും തുറന്ന് സംസാരിക്കാനായിട്ട് ചെല്ലുമ്പോൾ അതൊരു വഴക്കിലേക്ക് പോകുന്നു, പിടിവാശി കാണിക്കുന്നു, അല്ലെങ്കിൽ വളരെ കുട്ടിത്തമായിട്ടുള്ള ആ ഒരു രീതിയിൽ പെരുമാറുന്നു. ഇതൊക്കെ നമ്മളെ ഒരുപാട് വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു തരത്തിൽ നിങ്ങൾ ചിലപ്പോൾ ഇതിനകത്തുനിന്ന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഈ ഒരു പേഴ്സണിൽ നിന്ന് അനുഭവിച്ചിട്ടുണ്ടാവാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വളരെ പെയിൻഫുള്ളായിട്ട് തോന്നുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ഒരു ട്രോമ തരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ചിലപ്പോൾ അവർ വളരെയധികം ലഘൂകരിച്ച് കാണുന്നുണ്ടാവാം. അതേസമയം അവർക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങളുടെ കണ്ണിൽ അത് വളരെ സിമ്പിളായിട്ട് തോന്നിയേക്കാം. അതായത് രണ്ടുപേരും തമ്മിൽ ചില കാര്യങ്ങളിൽ ഒരു പൊരുത്തക്കറവുണ്ട്. നിങ്ങളുടെ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ഈ ഒരു പേഴ്സണ് വളരെ ഈസി ആയിട്ടും, അതുപോലെ തന്നെ അവരുടെ ഒരു കാര്യം വരുമ്പോൾ ഇത് വഴക്കുണ്ടാക്കാൻ മാത്രമുള്ള ഒരു കാര്യമാണോ, അത്രയും ഒരു സീരിയസ്നെസ് ഇതിനകത്ത് ഉണ്ടോ എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്തേക്കാം. അപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു പേഴ്സണായിട്ട് റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങിപ്പോവുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവുക. നിങ്ങൾ വേദനിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാലും സാരില്ല എന്നുള്ളൊരു മട്ടിലായിരിക്കാം ചിലപ്പോൾ പോയിട്ടുണ്ടാവുന്നത്. നിങ്ങൾ വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു വ്യക്തി അത് അത്രയും വലിയ സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആക്കി എടുക്കുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ ഇതിനകത്ത് ഇപ്പോൾ ഇത്രയും വിഷമിക്കാൻ എന്താ ഉള്ളത്, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഒരു പേഴ്സണ് ദേഷ്യം പിടിച്ചിരിക്കുന്ന ഒരു സമയമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് വിഷമിച്ചിരിക്കട്ടെ എന്നുള്ള ഒരു രീതിയിൽ ചിന്തിക്കാനും മതി. അപ്പോൾ ആ ഒരു തരത്തിലാണ് ഇത് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് നോ കോണ്ടാക്റ്റ് ആയാലും ലെസ് കോണ്ടാക്റ്റിലേക്കാണെന്നുണ്ടെങ്കിലും എങ്ങനെയാണെന്നുണ്ടെങ്കിലും മാനസികമായിട്ട് നിങ്ങൾ തമ്മിൽ നല്ലൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ ഒരു വിക്ടിം മെൻറ്റാലിറ്റിയിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയായിരിക്കും. അതായത് ചില കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ വഴക്കുകൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ പോലും ഞാനാണ് അതിൻ്റെ വിഷമം മുഴുവൻ അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ അത് മുഴുവൻ തന്നിട്ടുള്ളത് നിങ്ങളാണ് എന്നുള്ളൊരു രീതിയിൽ ചിലപ്പോൾ നമ്മൾ വാദി പ്രതിയാവുക എന്ന് പറയുന്നത് പോലെയുള്ള ആ ഒരു അവസ്ഥയിലേക്കൊക്കെ ചിലപ്പോൾ മാറാനുള്ളൊരു സാധ്യതയുണ്ട്. അതായത് എപ്പോഴും കറങ്ങിത്തിരിഞ്ഞ് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണുമായിട്ടുള്ള എന്തെങ്കിലും ഒരു വാക്ക് തർക്കമോ കാര്യങ്ങളോ ആർഗ്യുമെൻറ്റ്സോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരായിരിക്കും ഓൾവേസ് വിക്റ്റിം. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു പേഴ്സണെ വേദനിപ്പിക്കുന്നു, ഇവരെ മനസ്സിലാക്കുന്നില്ല, ആ ഒരു തരത്തിൽ എപ്പോഴും ഒരു വിക്റ്റിമിൻ്റെ ഒരു കുപ്പായം ഇവരായിരിക്കും ഇടുന്നത്.
അപ്പോൾ നമ്മളിവിടെ പറഞ്ഞതുപോലെ കറൻലി നിങ്ങൾ തമ്മിലൊരു വളരെ മാനസികമായിട്ട് അകന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തൊരു അവസരത്തിലൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു പേഴ്സൻ്റെ പുറകെ ചെന്നിട്ടുണ്ടാവണമെന്നില്ല. ചിലപ്പോൾ നേരത്തെ എല്ലാം വഴക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ സോറി പറഞ്ഞ് ചെല്ലുന്ന ഒരവസ്ഥ ഉണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഇവരുടെ തെറ്റാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ചിലപ്പോൾ അത് ഏറ്റെടുത്ത് വഴക്ക് വേണ്ടാന്ന് വിചാരിച്ച് മുന്നോട്ട് പോകുന്നൊരവസ്ഥ ഉണ്ടാവാം. പക്ഷേ ഇത്തവണ നിങ്ങൾ അതുപോലെയുള്ള ആ ഒരു അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ പുറകെ നടന്ന് കെഞ്ചുക, അല്ലെങ്കിൽ അവരോട് അപ്പോളജൈസ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ നിർത്തിയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നല്ല രീതിയിലുള്ള ഒരു ഗ്യാപ്പ് കാണുന്നത്. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു കാലയളവിൽ, അല്ലെങ്കിൽ ഈ ഒരു മാറി നിൽക്കുന്ന ഈ ഒരു അവസരത്തിൽ അവർ വളരെയധികം ചിന്തിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിന് ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഒരു തേർഡ് പാർട്ടി ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. കാരണം ഇവിടെ ഈ ഒരു വ്യക്തി നിങ്ങളെയും മറ്റൊരു പേഴ്സണെയും തമ്മിൽ കമ്പയർ ചെയ്യുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ മറ്റൊരു സിറ്റുവേഷൻ ആയിരിക്കും. നല്ല രീതിയിലുള്ള ഒരു കമ്പാരിസൺ തീർച്ചയായിട്ടും അവരുടെ ലൈഫിൽ നടന്നിട്ടുണ്ടെന്നുള്ളതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റ് ആയിട്ടിരിക്കുന്ന ഒരു സമയത്തായിരിക്കാം നമ്മൾ പറഞ്ഞതുപോലെ അവർ ഒരുപാട് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ആലോചിച്ച് കൂട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ചില സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കമ്പാരിസൺ കാര്യങ്ങളെല്ലാം വന്ന ഒരു സമയത്ത് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പ് തിരിച്ച് വരണം, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള എല്ലാ ആഗ്രഹങ്ങളും ഉള്ളതായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഈ ഒരു പേഴ്സണെ അപ്രോച്ച് ചെയ്യുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ എവിടെയാണോ നിങ്ങൾ തമ്മിൽ ക്ലാഷസ് ഉണ്ടായിട്ട് മിണ്ടാതിരിക്കുന്ന ഒരവസ്ഥ, നിങ്ങളായിട്ടും നിങ്ങളും ഇനി ഞാനോ ഒന്നിനും ഇല്ല, ഇങ്ങോട്ടില്ലാത്ത അങ്ങോട്ട് വേണ്ട എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും ആ ഒരു ഒറ്റപ്പെട്ട ഒരവസ്ഥ, അല്ലാന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ പാമ്പർ ചെയ്ത് കൂടെ നടക്കുന്ന ഒരു വ്യക്തി ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സമയത്ത് വേണ്ടത്ര ഒരു പരിഗണന തരാതിരിക്കുന്ന ആ ഒരു അനുഭവം ഈ ഒരു പേഴ്സണ് ചിലപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ നിങ്ങളുടെ ഒരു കൺസേണും കാര്യങ്ങളൊന്നും ഈ ഒരു പേഴ്സൺ മുഖവിലേക്ക് എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ചിലപ്പോൾ നിങ്ങളും അതുപോലെ തന്നെ ഇനി ഞാനും അങ്ങോട്ടേക്കില്ല, എനിക്ക് വാല്യൂ ഇല്ലാത്ത സ്ഥലത്തില്ല എന്നുള്ള രീതിയിൽ മാറി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ എനർജി നമുക്കിവിടെ കൂടുതൽ വ്യക്തമല്ല. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നമ്മളിവിടെ പറഞ്ഞതുപോലെ നിങ്ങളെയും മറ്റൊരു സാഹചര്യത്തെയും അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയെയും തമ്മിൽ ഈ ഒരു പേഴ്സൺ നല്ല രീതിയിൽ ഒന്ന് അനലൈസ് ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ തമ്മിൽ ഈ ഒരു സെപ്പറേഷൻ ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ഒരു അകൽച്ച വന്നത് പോലും ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം തന്നെയായിരിക്കാം. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോഴത്തേക്കും അവർ നിങ്ങൾക്കൊരു ഓഫർ തരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു ഓഫറിന് മുൻപായിട്ട് നമുക്ക് കാണാം കമ്മ്യൂണിക്കേഷൻ വളരെയധികം ക്ലാരിറ്റിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഇപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു അബ്രപ്റ്റ് എൻഡിങ് എന്നൊക്കെ പറയുന്ന രീതിയിലാണ് മിണ്ടാതെ നിൽക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണോട് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾക്കൊരു ക്ലാരിറ്റി ചോദിച്ചിട്ട് അവരത് പറയാതിരിക്കുന്നൊരവസ്ഥ, അല്ലെങ്കിൽ അവർ നിങ്ങളോടൊന്നും മിണ്ടാതെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരു വഴക്കിട്ട് പോകുന്ന ഒരു രീതി, അങ്ങനെയൊക്കെയാണ് കാണിച്ചിട്ടുള്ളതെങ്കിൽ ഒരു നല്ല രീതിയിൽ തുറന്ന് സംസാരിക്കണം എന്നുള്ളതാണ് ഇവരുടെ ഒരു ഫസ്റ്റ് അജണ്ടയായിട്ട് നമുക്ക് പറയാൻ സാധിക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ പെട്ടെന്ന് താഴ്ന്നു തരുന്ന ഒരു നേച്ചർ അല്ല ഈ ഒരു വ്യക്തിയുടേത്. ഇപ്പോൾ ഒരു ക്ലാഷസും കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പോലും അവരുടെ ഭാഗം പിടിച്ച് വാദിക്കുന്ന തരത്തിലുള്ള ഒരു പേഴ്സൺ ആണെന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഒരു പക്ഷേ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനും നിങ്ങളും കൂടി ഇടയിൽ വന്ന സമയത്ത് ആ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് ദുരനുഭവങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങളോട് അവർക്ക് കൂടുതലൊരു ആത്മാർത്ഥത അല്ലെങ്കിൽ സ്നേഹം, ഇതാണ് കുറച്ചുകൂടി ബെറ്റർ എന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് അവർ കടന്നിട്ടുണ്ടാവുക. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളാണെന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൻ്റെ പുറകെ പോകുന്നില്ല, പാമ്പർ ചെയ്യുന്നില്ല, നിങ്ങളും മാറി നിൽക്കാനായിട്ട് പഠിച്ചു കഴിഞ്ഞെങ്കിൽ നിങ്ങളുടെ ആ ഒരു കുറവ്, അല്ലാന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി ഇപ്പോൾ ഇല്ലാതിരിക്കുന്നതിൻ്റെ ഒരു മാനസികാവസ്ഥ കൊണ്ട് വേണമെങ്കിലും ആവാം. അപ്പോൾ തീർച്ചയായിട്ടും അവരവരുടെ ആ ഒരു ഈഗോയും കാര്യങ്ങളൊക്കെ ഒന്ന് താഴ്ത്തി വെച്ചിട്ടാണ് നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതായത് ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഏത് തരത്തിലുള്ളതാണെന്നുണ്ടെങ്കിലും ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് തന്നെയാണ് അവർ മനസ്സിൽ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു ലോങ് ടേം ആയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് നിങ്ങളിലേക്ക് വരാനായിട്ട് ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും വിചാരിക്കുന്നത്. ഒരുപക്ഷെ പലർക്കും ഈ ഒരു റിലേഷൻഷിപ്പ് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് മുൻപും ഒരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ പോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോയിട്ടുണ്ടാവാം. പലപ്പോഴും നല്ല രീതിയിൽ പോകുന്നു, ചില സമയത്ത് തീർത്തും ഇല്ലാതെയാകുന്ന ഒരവസ്ഥ, പിന്നീട് വീണ്ടും ഈ ഒരു റിലേഷൻഷിപ്പ് ലൈഫിലേക്ക് തിരിച്ചു വരിക, ആ ഒരു തരത്തിൽ മാറിയും മറിഞ്ഞും വരുന്ന ആ ഒരു ടെൻഡൻസി, ചിലപ്പോൾ സ്റ്റെബിലിറ്റി ഇല്ലാതെ ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരു രീതിയിൽ മുന്നോട്ട് പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും ഇത്. പക്ഷെ ഇത്തരത്തിലാണ് ഇതിൻ്റെ ഒരു പാറ്റേണും കാര്യങ്ങളും. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും കുറച്ച് പിടിവാശിയുള്ള, അല്ലെങ്കിൽ എടുത്തുചാട്ടമുള്ള, മറ്റാരും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും അനുസരിക്കാത്ത, അല്ലെങ്കിൽ നമ്മളുടെ വാക്കുകൾക്ക് വലിയ വിലയൊന്നും കൊടുക്കാത്ത ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് സ്കിപ്പ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്നുണ്ടാവില്ല. അല്ലാന്നുണ്ടെങ്കിൽ എത്ര പുറത്തേക്ക് പോകാനായിട്ട് ഇപ്പോൾ നിങ്ങളാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും പല പല സാഹചര്യങ്ങൾ നിങ്ങളുടെ ലൈഫിനകത്ത് ഉണ്ടായിക്കഴിഞ്ഞാലും വീണ്ടും ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നത് പോലെ എൻ്റെ ഒരു റൈറ്റ് പാർട്ട്ണർ ഇത് തന്നെയാണ്, അല്ലെങ്കിൽ വേറെ ആരുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാലും ഇതിനപ്പുറത്തേക്ക് വരില്ല എന്നുള്ള ഒരു ചിന്താഗതിയിൽ നിങ്ങൾ രണ്ടുപേരും എത്തുന്നുണ്ടാവാം.
ഇപ്പോൾ കറൻലി നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളോട് പലതരത്തിൽ കണക്റ്റ് ആവുന്നുണ്ട്. മാനസികമായിട്ട് അവർക്ക് നിങ്ങളോട് ഒരു ഇമോഷൻസ്, ഫീലിങ്സ് എല്ലാം വരുന്നുണ്ട്. നമ്മൾ പറഞ്ഞതുപോലെ ആരുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങളുടെ ഒരു സ്റ്റെപ്പ് തന്നെയാണ് അവരുടെ മുൻപിൽ അത് ഉയർന്നു തന്നെ നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലെല്ലാം അവർ ചിന്തിക്കുന്നുണ്ട്. എങ്കിൽ കൂടിയും ഇവരുടെ ഇപ്പോഴത്തെ ഒരു എനർജി എന്ന് പറയുന്നത് വളരെയധികം ഒരു ആവേശം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വീണ്ടും വരാനായിട്ടുള്ള ഒരു തിടുക്കമാണ് കാണുന്നത്. ഇത്രയും വേഗം പറഞ്ഞ് സെറ്റിൽ ചെയ്യണം എന്നുള്ള ഒരു ആവേശം നല്ല രീതിയിൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഒരു പേഴ്സൻ്റെ യഥാർത്ഥമായിട്ടുള്ള ഒരു ഇമ്പൾസീവ് ആയിട്ടുള്ള ക്യാരക്ടർ എന്ന് പറയുന്നത് ശരിക്കും ഇപ്പോഴാണ് നമുക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് വർഷങ്ങളായിട്ട് പിരിഞ്ഞു നിൽക്കുന്ന വ്യക്തികളുടെ എനർജീസും കാര്യങ്ങളും ആവാനുള്ള ഒരു വഴിയില്ല. ചിലപ്പോൾ നിങ്ങൾ തമ്മിലുള്ള വഴക്കുകൾ, അതിലെന്നുണ്ടെങ്കിൽ ആർഗ്യുമെൻറ്റ്സോ സെപ്പറേഷനോ ഒക്കെ ആയിട്ട് കുറച്ച് നാളുകളായിട്ട് ഉണ്ടാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 1 ഇയറിന് താഴെ ആയിരിക്കും നിങ്ങൾ തമ്മിൽ ഒന്ന് അകന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട്. ചിലർ തമ്മിൽ അത്ര പോലും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളിവിടെ പറഞ്ഞതുപോലെ തന്നെ പല കാര്യങ്ങളും തുറന്ന് സംസാരിക്കണം, അല്ലെങ്കിൽ ഒരു നല്ല രീതിയിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഇതിനകത്തേക്ക് നടത്തണം. അതിനുശേഷം നിങ്ങൾക്കൊരു ഓഫർ തരണം എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ ഓഫർ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഗിഫ്റ്റ് തരാനോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റിലേക്ക് തന്നെ വീണ്ടും ഈ ഒരു റിലേഷൻഷിപ്പ് പോകാനോ, ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ വിവാഹം പ്ലാൻ ചെയ്തിരുന്ന വ്യക്തികളൊക്കെ ആയിരിക്കാം ഏതെങ്കിലും കാര്യത്തിലായിരിക്കും അത് നടക്കാതെ പോയിട്ടുള്ളത്. അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ ഒരു പിടിവാശി കൊണ്ട്, തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ കൊണ്ടാണെന്നുണ്ടെങ്കിൽ വീണ്ടും ആ ഒരു ഓഫർ ഒന്നുകൂടെ പുതുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഇതിനകത്ത് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ ഒരു കാര്യം ഈ ഒരു പേഴ്സണെ കുറിച്ച് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വളരെ അത്യാവശ്യമായിട്ട്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള തീക്ഷ്ണമായിട്ടുള്ള അവരുടെ ആഗ്രഹം കൊണ്ട് തന്നെയാണ് അവർ നിങ്ങളിലേക്ക് വരാനായിട്ട് വിചാരിക്കുന്നത്. പക്ഷെ അതവർ ഒരിക്കലും ഓപ്പണായിട്ട് ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞെന്ന് വരില്ല. കാരണം രണ്ടുപേർക്കും വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി വരുന്നു എന്നൊക്കെയുള്ള ഒരു രീതിയിലായിരിക്കും ഈ ഒരു പേഴ്സൺ പറയുന്നത്. ഓപ്പൺലി അവരവരുടെ ഒരു മൈൻഡ് സെറ്റ് എന്താണോ, അല്ലാന്നുണ്ടെങ്കിൽ അവർ എത്രമേൽ ഈ ഒരു റിലേഷൻഷിപ്പ് ആഗ്രഹിച്ചാണ് വരുന്നത് എന്നുള്ള ഒരു കാര്യമൊക്കെ പറഞ്ഞ് ചിലപ്പോൾ നിങ്ങൾ അത്രയും ഒരു എന്താ പറയുന്നത്, ഈ ഒരു റിലേഷൻഷിപ്പിൽ അത്രയും വാല്യുബിൾ ആണ് നിങ്ങൾ എന്നൊന്നും ചിലപ്പോൾ നിങ്ങളെ ഫീൽ ചെയ്യിപ്പിച്ചില്ല എന്ന് വരാം. കാരണം പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് സറണ്ടർ ചെയ്യുന്ന ഒരു അവസ്ഥ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഇവർക്ക് അത്രയും അത്യാവശ്യമാണ്, ഇത് സ്കിപ്പ് ചെയ്ത് കളയാനായിട്ട് അവരുടെ മനസ്സ് അനുവദിക്കാത്തതാണ് എന്നൊക്കെ പറയാനായിട്ട് ചിലപ്പോൾ അവരുടെ ഒരു ഈഗോ സമ്മതിക്കാത്തതായിരിക്കാം. ചിലപ്പോൾ റിലേഷൻഷിപ്പിനകത്താണെന്നുണ്ടെങ്കിലും അവരുടെ ഒരു സ്നേഹം നിങ്ങളോട് എത്രമാത്രം ഉണ്ടോ, അല്ലെങ്കിൽ ഇവരുടെ ഒരു പിടിവാശിയും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അവർക്ക് നിങ്ങളോട്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനോടുള്ള ആ ഒരു സ്നേഹം എന്താണോ, അവരുടെ ആ ഒരു ഫുൾഫിൽമെൻറ്റ് എന്താണോ, അത് അത്രയും ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ നിങ്ങളോട് തുറന്ന് പറഞ്ഞിട്ടുണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന തരത്തിൽ കാണിച്ചിട്ടുണ്ടാവണമെന്നില്ല. കാരണം ചില വ്യക്തികളെ സംബന്ധിച്ച് നമുക്കറിയാം അവരുടെ ഒരു ദേഷ്യവും കാര്യങ്ങളൊക്കെ ആയിക്കോട്ടെ, ഇതൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് എക്സ്പ്രസ് ചെയ്യും. പക്ഷെ അവരുടെ മനസ്സിനകത്തുള്ള ആ ഒരു സ്നേഹം എന്താണോ, അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻസ് എന്താണോ, അത് കംപ്ലീറ്റ്ലി ചിലപ്പോൾ എക്സ്പ്രസ് ചെയ്തെന്ന് വരില്ല. അല്ലെങ്കിൽ ആ ഒരു സ്നേഹവും ഇൻറ്റിമസിയും കാര്യങ്ങളെല്ലാം ചിലപ്പോൾ മനസ്സിൽ സൂക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു വ്യക്തിത്വമായിരിക്കും. അപ്പോൾ എങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങളിലേക്ക് വരാൻ, അല്ലെങ്കിൽ ഒരു കോൺടാക്റ്റ് നിങ്ങളുമായിട്ട് വെക്കാൻ, വീണ്ടും ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ലോങ് ടേം ആയിട്ട് പോകണം എന്നൊക്കെ തന്നെ ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. അതെല്ലാം അവർ ചിന്തിക്കുന്നത് അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് വേണം എന്നുള്ളതുകൊണ്ടാണ്. നമ്മൾ പറഞ്ഞതുപോലെ മറ്റൊരു സാഹചര്യമായിട്ടോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പോലും നിങ്ങളെ തന്നെയാണ് അവർക്ക് ഏറ്റവും പ്രഷ്യസ് ആയിട്ട് അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണിൽ നിന്നുള്ളൊരു കോൺടാക്ട് ഇതിനോടകം തന്നെ ചിലപ്പോൾ നിങ്ങളുടെ ഒരു വ്യക്തിയുടെ എനർജി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവാം. കാരണം അത്രയും ഫാസ്റ്റ് ആയിട്ടുള്ളൊരു എനർജിയാണ്. ഒട്ടും അവർ അടങ്ങിയിരുന്ന സാവകാശം ആലോചിച്ചിട്ട് വരാം എന്ന് ചിന്തിക്കുന്ന ഒരു എനർജി അല്ലേ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എത്രയും വേഗം അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങളോട് തുറന്ന് പറയണം എന്ന് ചിന്തിക്കുന്ന ഒരു പേഴ്സണാണ്. എന്നിട്ട് വേഗം ഒരു തീരുമാനത്തിലേക്ക് എത്താനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന ഈ ഒരു പേഴ്സൻ്റെ എനർജീസ്, ക്യാരക്ടേഴ്സ്, അല്ലെങ്കിൽ ഇതിനകത്ത് വന്നിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻസ്, ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണിൽ നിന്ന് റീസെൻ്റ്ലി നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കോൺടാക്റ്റ്, അല്ലെങ്കിൽ ഒരുപാട് നാളുകൾ അകന്നിരുന്നതിന് ശേഷം ഈ ഒരു പേഴ്സണായിട്ട് തന്നെ നിങ്ങളെ സമീപിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇപ്പോൾ ചില കേസസിനകത്ത് നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് അകന്നിരുന്നിട്ട് വീണ്ടും ഒരു റീയൂണിയനിലേക്ക് വരുമ്പോഴത്തേക്കും ഇല്ലാത്ത സ്നേഹവും കാര്യങ്ങളൊക്കെ എക്സ്പ്രസ് ചെയ്ത് വരുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടൊരു ഫേക്ക് പേഴ്സണാലിറ്റി ആയിട്ട് വരുന്ന വ്യക്തികളെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു പേഴ്സൺ മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോകാനായിട്ടൊക്കെ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും 100/100 അവരുടെ ഒരു യഥാർത്ഥ ഫീലിങ്സ്, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് കാണിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത.
പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സണായിട്ട് തന്നെ അവരുടെ ഒരു ഈഗോയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയായിട്ട് കൂടി അതെല്ലാം മാറ്റി വെച്ചിട്ട് വീണ്ടും നിങ്ങളെ അപ്രോച്ച് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാണ്. പല കാര്യങ്ങൾ തുറന്ന് പറയാനായിട്ട് അതുപോലെ തന്നെ ഒരു കമ്മിറ്റ്മെൻറ്റ് തരാനായിട്ടൊക്കെ വിചാരിച്ചു വരുന്നൊരു പേഴ്സണാണ്. പക്ഷെ നിങ്ങൾ ഈ ഒരു പേഴ്സൺ വിചാരിക്കുന്ന പോലത്തെ ഒരു റെസ്പോൺസ് അല്ല ഇവർക്ക് കൊടുത്തിട്ടുള്ളതെങ്കിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളത് ഇപ്പോൾ ഡിനൈ ചെയ്യുകയാണ്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ കുറച്ച് ജാടയിട്ടൊക്കെ ഇരിക്കുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ വന്നതുപോലെ തന്നെ തിരിച്ചു പോയെന്ന് വരാം. അതായത് വീണ്ടും അവർ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ അവരുടെ മനസ്സിനകത്ത് ആഗ്രഹവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ഒന്ന് നമ്മൾ എന്താ പറയുക പ്ലീസ് ചെയ്ത് നിൽക്കുക, അല്ലെങ്കിൽ ഒന്ന് കെഞ്ചി പറയാന്നൊക്കെ പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡിലൊന്നും ഈ ഒരു പേഴ്സൺ നിൽക്കില്ല. വീണ്ടും ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു ടവർ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. അതായത് ഭയങ്കരമായിട്ട് മൂഡ് സ്വിങ്സ് ഉള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ അവരുടെ ഒരു ഈഗോ ഹേർട്ട് ചെയ്യാനൊന്നും ഈ ഒരു പേഴ്സൺ അനുവദിക്കില്ല. അപ്പോൾ അതിനേക്കാളും ഒക്കെ വലുതായിട്ട്, അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസിനെക്കാളും വലുതായിട്ട് ഈ ഒരു പേഴ്സൺ അവരുടെ ഒരു ഈഗോയാണ് വലുതെന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്താണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിക്കോട്ടെ മറ്റെന്തെങ്കിലും ആണെന്നുണ്ടെങ്കിലും, നിങ്ങൾ തമ്മിൽ ആ ഒരു ഗ്യാപ്പ് വന്നിരിക്കുന്ന ഈ ഒരു പേഴ്സൻ്റെ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും കാരണമാണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തിയായിട്ട് നിങ്ങളെ കോൺടാക്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അവരായിട്ട് നിങ്ങളിലേക്ക് വരാനായിട്ട് തീരുമാനിച്ചിരിക്കുന്ന ഒരു അവസരത്തിൽ ഇതൊരു കോംപ്രമൈസ്, അല്ലെങ്കിൽ രണ്ടുപേരും പരസ്പരം പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി ചിലപ്പോൾ കുറച്ച് ഇടഞ്ഞ് അവരുടെ ഒരു സ്വഭാവം ചിലപ്പോൾ കാണിച്ചു തന്നിരിക്കും. അതുപോലെയുള്ള ഒരു എനർജിയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. കാരണം അത് ഈ ഒരു പേഴ്സൻ്റെ ഒരു ക്യാരക്ടർ ചിലപ്പോൾ അത്തരത്തിലായിരിക്കാം. പെട്ടെന്ന് ദേഷ്യം വരുന്ന, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള, അല്ലെങ്കിൽ നമ്മളിപ്പോൾ എന്താ പറയുക ഒരാൾക്ക് താന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് എൻ്റെ ഒരു അഭിമാനം ഇടിഞ്ഞ് വീഴുമല്ലോ എന്ന് ചിന്തിക്കുന്ന തരത്തിലൊക്കെയുള്ളൊരു നേച്ചറായിരിക്കാം ഈ ഒരു പേഴ്സൻ്റേത്. ചിലരെ സംബന്ധിച്ച് നമ്മൾ പറയും വളരെ തന്നിഷ്ടക്കാരനാണ് അല്ലെങ്കിൽ തന്നിഷ്ടക്കാരിയാണെന്നൊക്കെ പറയുന്നത് പോലെ ആയിരിക്കും. ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് നമ്മളിവിടെ നോക്കുമ്പോഴും വളരെയധികം ഫ്രീഡം ഇഷ്ടപ്പെടുന്ന ആ ഒരു ഇൻഡിപെൻഡൻസി, അല്ലെങ്കിൽ എന്താ പറയുക എല്ലാ കാര്യങ്ങളും എൻ്റെ ലൈഫാണ്, മൈ ലൈഫ് മൈ റൂൾസ് എന്നൊക്കെ പറയുന്ന പോലെ ഉള്ള ഒരു പേഴ്സണാണ് ഈ ഒരു വ്യക്തി. അപ്പോൾ എത്ര പേർക്ക് ഇത് റെസനേറ്റ് ചെയ്യും എന്നുള്ളത് അറിയില്ല. ചിലപ്പോൾ വളരെ കുറച്ച് വ്യക്തികൾക്കായിരിക്കും നിങ്ങളുടെ പേഴ്സൺ ഇങ്ങനെയുള്ള ഒരു എനർജിയിൽ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം കൊണ്ടകന്ന് നിൽക്കുന്നവരൊക്കെ ചിലപ്പോൾ വളരെ കുറച്ച് വ്യക്തികളെ ഉണ്ടാവുള്ളൂ. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും പെട്ടെന്നുള്ള ഒരു കോൺടാക്റ്റ്, അല്ലെങ്കിൽ വളരെ പാഷനേറ്റ് ആയിട്ട് അവർക്ക് വളരെ തീക്ഷ്ണമായിട്ട് നിങ്ങളോടുള്ള ഒരു ആഗ്രഹം നിലനിൽക്കുന്ന ഒരു സമയമാണ്. പുറത്തത് എക്സ്പ്രസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പോലും അത്രയധികം അവരെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പ് വിട്ട് കളയരുതെന്നൊക്കെയുള്ള ആ ഒരു ചിന്തയിലാണ് നിങ്ങളിലേക്ക് വരാനായിട്ട് വിചാരിക്കുന്നത്. നമ്മൾ പറഞ്ഞതുപോലെ ചിലർക്ക് ചിലപ്പോൾ വന്നിട്ടും ഉണ്ടാവാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മളുടെ ഇന്നത്തെ പേഴ്സൻ്റെ എനർജി ആയിട്ട് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ നമുക്ക് ഇന്നത്തെ റീഡിങ്ങിനകത്തില്ല. നമ്മൾ കൂടുതലും ഇവർക്കാണ് ഒരു പ്രയോറിറ്റി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു പേഴ്സണെ നിങ്ങൾക്ക് വിട്ടുകളയാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ വീണ്ടും റിസീവ് ചെയ്ത്, അല്ലെങ്കിൽ ആ ഒരു സ്ട്രോങ് റീകൺസിലേഷൻ വരട്ടെ എന്ന് വിചാരിച്ചിരിക്കുന്നവരായിരിക്കാം. ചിലരാണെന്നുണ്ടെങ്കിൽ ഞാനും ഇനി വിട്ടുകൊടുക്കില്ല എന്നുള്ളൊരു മനോഭാവത്തിലായിരിക്കും. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സൻ്റെ എനർജീസ് സിറ്റുവേഷൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ്, നിങ്ങൾ ആ ഒരു റീകൺസിലേഷന് റെഡി ആണോ എന്നുള്ളതും അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിങ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സ്ട്രോങ് റീകൺസിലേഷൻ, അല്ലെങ്കിൽ ആ ഒരു ബോണ്ടിങ് ഒക്കെ വേണ്ട വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അതിനായിട്ട് ക്ലെയിം ചെയ്യുക. ഈ ഒരു റീഡിങ്ങിൻ്റെ പോസിറ്റിവിറ്റി അക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിങ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.